ഹായ് ഗായ്സ്, പവിത്രം പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ വിക്രമിനെയും കൂട്ടി വേദയുടെ ഫ്രണ്ടായ ഡോക്ടർ ഇഷിതയുടെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. ഡോക്ടർ ഇഷിത വിക്രമിനെ മുറിവൊക്കെ വെച്ച് കെട്ടി പരിചരിച്ചു കഴിഞ്ഞ് വേദയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാളെ കൊന്നത് ആരെന്ന് തെളിയുന്നത് വരെ നിനക്ക് വിക്രമിനെ ഒളിപ്പിച്ചേ പറ്റുമല്ലേ എന്ന്. അതിന് വേദ അതെ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ പ്ലാൻ എന്ന്. അതിനിടയിൽ കാട്ടിനുള്ളിൽ വിക്രമിനെ വെടിവെച്ച സ്ഥലം വാസവനും ശ്രീകാന്തും കൂടി പരിശോധിക്കുന്നുണ്ട്. അന്നേരം ശ്രീകാന്ത് പറയുന്നത് കള്ളൻ കപ്പലിൽ തന്നെയാണോ എന്നൊരു സംശയം എന്ന്. അവർ വിചാരിക്കുന്നത് വിക്രം മരിച്ചു എന്ന് തന്നെയാണ്. പിന്നീട് ഡോക്ടർ ഇഷിത വിക്രമിൻ്റെ മുറിവൊക്കെ ഡ്രസ് ചെയ്യുമ്പോൾ വേദയെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. വീട്ടുകാർ തീരുമാനിക്കുന്ന വിവാഹം, അതായിരുന്നു അവളുടെ നിലപാട്. അങ്ങനെയുള്ള അവള് ഇങ്ങനെ എങ്ങനെയാ മാറിയത് എന്ന് ഓർക്കുമ്പോഴാ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നത്, അവളെപ്പോലെ തന്നെയായിരുന്നു ഞാനും. ഒരു പെൺകുട്ടിയായിട്ടുള്ള ജീവിതം ഞാനും ആഗ്രഹിച്ചിരുന്നില്ല. വേറൊന്ന് തോന്നിയിട്ടുമില്ലായിരുന്നു. എന്നിട്ടും ഇങ്ങനെയൊക്കെയായി എന്ന് പറയുമ്പോൾ ഡോക്ടർ ഇഷിത ചോദിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയായി എന്ന്. അതിന് വിക്രം ചിരിക്കുന്നു. വേദയോട് ചോദിക്കുക, അവൾ പറയും എന്ന് പറയുമ്പോൾ വേദ പതുക്കെ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നുണ്ട്. ബാക്കിയെല്ലാം വേദയിൽ നിന്നും പതുക്കെ മനസ്സിലാക്കി എടുക്കുന്നുണ്ട് ഡോക്ടർ ഇഷിത. അങ്ങനെ അവിടെ വിക്രമിൻ്റെ മരണം ആഘോഷിക്കുമ്പോൾ ഇവിടെ വിക്രമും വേദയും പുതിയൊരു പ്രണയത്തിന് തുടക്കം കുറിക്കുന്നു. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.